ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഒന്നും രണ്ടുമല്ല 62 പുസ്തകങ്ങളുമായി നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ് പെണ്ണില്ലം എന്ന പെൺ കൂട്ടായ്മ. അപ്പോൾ അവരുടെ പുസ്തകങ്ങളും വിശേഷങ്ങളും അവരോട് തന്നെ ചോദിക്കാം. എന്താണ് പേര്? മൃദുല VM, കാടാച്ചിറ, കണ്ണൂർ. ഓക്കെ, എന്താണ് ശരിക്കും പെണ്ണില്ലം കൂട്ടായ്മ? പെണ്ണില്ലം കൂട്ടായ്മ ഈ കൂട്ടായ്മ ഇതിനു മുന്നേ 2 പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ 62 പേരുടെ വ്യത്യസ്ത പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചീഫ് എഡിറ്റർ രാജി അരവിന്ദാണ്. അതുപോലെ അനിത അവരുടെ കൂടെയുണ്ട്. അവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് സ്ത്രീകളെ കണ്ടെത്തി അവരുടെ വ്യത്യസ്ത മേഖലയിലുള്ളവർ, വീട്ടമ്മമാരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ഗസറ്റഡ് റാങ്കിലുള്ളവരുണ്ട്, ഞാൻ അധ്യാപികയാണ്, അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള പെൺ കൂട്ടായ്മകളെ കണ്ടെത്തിയിട്ട് വ്യത്യസ്ത പുസ്തകങ്ങൾ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഞാനും അതിലേക്ക് പോകുന്നു. അപ്പോൾ അത് പെട്ടെന്നാണ് ഷാർജയിൽ വെച്ച് പ്രകാശനം ചെയ്യുക എന്നൊരു ആശയം വന്നത്. അതിനുവേണ്ടി അവർ നിരന്തരം പരിശ്രമിച്ചു. അതുപോലെ തന്നെ നമുക്കിവിടെ വരാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഷാർജയിലുള്ള വരുത്തും ഇവിടെയുള്ള പ്രകാശനവും ഒക്കെ ഇതിനെ ഈ നാട്ടുകാർ ഏറ്റെടുത്തതിൽ അതിനെക്കാട്ടും സന്തോഷമുണ്ട്. ഇതിപ്പോൾ 62 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. അപ്പോൾ എത്ര പേരാണ് ഇവിടെ എത്തിയത്? അതുപോലെ എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്? 20-ലധികം ആൾക്കാർ വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, തൃശ്ശൂരുണ്ട്, ഇരിട്ടിയിൽ നിന്നാണ് ഈ ഒരു പെണ്ണില്ലം തുടങ്ങിയത് തന്നെ. അവർ ആദ്യം താച്ചി എന്ന പേരിൽ തുടങ്ങിയൊരു വാട്സപ്പ് കൂട്ടായ്മയാണ്. പിന്നീട് അത് അവരുടെ മറ്റൊരു പുസ്തകം അക്കാദമിയിൽ വെച്ച് പ്രകാശനം ചെയ്തു. അതിനുശേഷമാണ് അവർ ഈ ഒരു സംരംഭത്തിന് മുതിർന്നത്. ഇതിപ്പോൾ 27 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങളാണുള്ളത്? 62 പുസ്തകങ്ങളാണ്. 62 പുസ്തകങ്ങളിൽ കവിതയുണ്ട്, കഥയുണ്ട്, നോവലുണ്ട്, അതുപോലെ തന്നെ ജ്യോതിഷമുണ്ട്, വൈദ്യമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ മേഖലയിലുള്ള സൈക്കോളജി ഉണ്ട്. എല്ലാ മേഖലയും തൊട്ടുകൊണ്ടുള്ള പുസ്തകങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഷാർജ പുസ്തകമേളയിലേക്ക് എത്തിപ്പെട്ടത്? അവർ കുമാരേട്ടൻ വഴി വന്നു. അവർ അതിൻ്റെ ആളുകൾ കണ്ടെത്തി നമ്മുടെ ഗ്രൂപ്പുകളിൽ അൽസൈൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു. നിരന്തരം രാജി മാമിൻ്റെയും അതുപോലെ തന്നെ അനിതയുടെ ഒക്കെ നിരന്തര പരിശ്രമം കൊണ്ട് തന്നെയാണ് അവരിവിടെയുള്ള മെയിൻ ആൾക്കാരെ കണ്ടുപിടിച്ച് ഊണും ഉറക്കവും ഇല്ലാതെ എന്ന് തന്നെ വേണം പറയാൻ, അങ്ങനെ കണ്ടുപിടിച്ചവർ വന്നത്. ഏത് പുസ്തകമാണ് പ്രകാശനം ചെയ്തത്? എൻ്റെ പുസ്തകത്തിൻ്റെ പേര് അച്ഛനും ഞാനും. പേര് സിന്ധു എന്ന തലശ്ശേരി സ്വദേശിയാണ്. കഥാസമാഹാരമാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി എന്ന് പറയുക 6 മാസം മുമ്പ് ഞങ്ങളെ വിട്ടുപോയ അച്ഛൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് ആദ്യമായിട്ട് ഈ ഷാർജ എൻ്റെ ആദ്യത്തെ കഥാസമാഹാരമാണ്. ഇതിന് മുമ്പ് വേറെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ എത്തിച്ച് കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രകാശനം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര ചാരിതാർത്ഥ്യമുണ്ട്. അച്ഛന് വേണ്ടി സമർപ്പിക്കുന്ന ബുക്കാണിത്. ഞാൻ ഡാൻസ് ടീച്ചറാണ്. ഓൾറെഡി ഷാർജയിൽ വർക്ക് ചെയ്യുന്നു. ഇവരെ കാണാനും പരിചയപ്പെടാനും ഇവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സുചിത്ര ബാബു, കോട്ടയം സ്വദേശിനിയാണ്. അക്ഷരങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്നുവെച്ചാൽ കോട്ടയം എന്ന് പറഞ്ഞാൽ L for letters, അതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ അന്താരാഷ്ട്ര വേദിയിൽ എൻ്റെ നവരസങ്ങൾ എന്ന കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ വേദി അനുവദിച്ച ദൈവത്തിന് നന്ദി. പിന്നെ ഈ നിമിഷം ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും എൻ്റെ കുടുംബത്തിന് സമർപ്പിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ഉഷ ഗോപാലകൃഷ്ണൻ. എൻ്റേത് കവിതാ സമാഹാരമാണ് ദളമർമരങ്ങൾ. നമുക്ക് ചുറ്റും കാണുന്ന പ്രകൃതിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ നമ്മൾ അനുഭവിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, അതിലുപരി നമ്മളെ സങ്കല്പങ്ങളും ചേർന്ന കുറച്ച് കവിതകൾ കൂടി ചേർന്ന് നമ്മൾ തനിച്ചിരിക്കുമ്പോഴൊക്കെ നമുക്ക് പറയാനൊരിടയില്ലാത്ത കാര്യങ്ങൾ കുറിച്ചിട്ടതാണ് എൻ്റെ കവിതകൾ. ഈ ഒരു സ്റ്റേജിലെത്തിയത് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ രേഷ്മ സുരേഷ്. എൻ്റെ ഒരു കഥയാണ് കഥന വികാസിലെ കണ്ണീർ താരങ്ങൾ എന്ന കഥയാണ് ഞാൻ എഴുതിയേക്കുന്നത്. എൻ്റെ നാട് വന്നിട്ട് കണ്ണൂരാണ്. ജനിച്ചു വളർന്നത്. ഇപ്പോൾ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. എനിക്ക് ഈ ഷാർജയിൽ വെച്ചിട്ട് എൻ്റെ പുസ്തക പ്രകാശനം 4ാമത്തെ പുസ്തകമാണ് ചെയ്യാൻ സാധിച്ചതിൽ അധികം സന്തോഷമുണ്ട്. എല്ലാവരും നന്ദി പെണ്ണില്ലത്തിനോടും. ദേശീയ അന്തർദേശീയ വാർത്തകൾ, ഗൾഫ് വാർത്തകൾ, എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക്. ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക.